അവസ്ഥ ഇതായിരുന്നു. അതിനുശേഷം അവൻ പൂർണ്ണ ആരോഗ്യവാനായി സ്കൂളിൽ പോയി. സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവൻ നല്ല കുട്ടിയായിരുന്നു. ജാനുവരി 17 2024 ജാനുവരി 17 അവൻ പാമ്പും കോണി കളിക്കുന്നതിനിടയ്ക്ക് ഈ കരു വിഴുങ്ങി വായലിട്ട് വിഴുങ്ങിയത് കൊണ്ട് അവൻ്റെ ഇവിടെ വന്ന കിടന്ന് അങ്കമാലി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. ആ ക്യാഷ്വാലിറ്റിയിൽ വെച്ച് തന്നെ അവൻ്റെ തൊണ്ടയെ തുളച്ച് സാധനം എടുത്തു. അതെടുക്കാൻ എത്ര ഡിലേ വന്നതുകൊണ്ട് അവൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു. വെൻറ്റിലേറ്ററിലായിരുന്നു അവൻ. അതെടുത്ത ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞത് അവൻ എത്ര ദിവസം വെൻറ്റിലേറ്ററിൽ കിടക്കുമെന്നോ അവൻ്റെ ഏതെങ്കിലും ഓർഗന് ബാധിച്ചേക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി എനിക്കിവിടെ സാക്ഷ്യം നൽകാൻ അവസരം തന്നതിന്. പേര് റിഞ്ചു, അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. 2024 ഏപ്രിൽ 10 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. കാരണം എൻ്റെ മകൻ പൂർണ്ണ ആരോഗ്യവാനായി ജൂണിൽ ക്ലാസ്സിൽ പോകാൻ വേണ്ടി. അവൻ അങ്ങനെ തന്നെ ജൂൺ 1 തുടങ്ങി അവൻ ക്ലാസ്സിൽ പോയി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ കാണിക്കാം. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ അവൻ്റെ അവസ്ഥ ഇതായിരുന്നു. അതിനുശേഷം അവൻ പൂർണ്ണ ആരോഗ്യവാനായി സ്കൂളിൽ പോയി. സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവൻ നല്ല കുട്ടിയായിരുന്നു. ജാനുവരി 17 2024 ജാനുവരി 17 അവൻ പാമ്പും കോണി കളിക്കുന്നതിനിടയ്ക്ക് ഈ കരു വിഴുങ്ങി വായലിട്ട് വിഴുങ്ങിയത് കൊണ്ട് അവൻ്റെ ഇവിടെ വന്ന കിടന്ന് അങ്കമാലി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. ആ ക്യാഷ്വാലിറ്റിയിൽ വെച്ച് തന്നെ അവൻ്റെ തൊണ്ടയെ തുളച്ച് സാധനം എടുത്തു. അതെടുക്കാൻ എത്ര ഡിലേ വന്നതുകൊണ്ട് അവൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു. വെൻറ്റിലേറ്ററിലായിരുന്നു അവൻ. അതെടുത്ത ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞത് അവൻ എത്ര ദിവസം വെൻറ്റിലേറ്ററിൽ കിടക്കുമെന്നോ അവൻ്റെ ഏതെങ്കിലും ഓർഗന് ബാധിച്ചേക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഒരു ചേച്ചി എനിക്ക് കൃപാസന മാതാവിൻ്റെ കാശുരൂപം തന്നത്. അപ്പം തുടങ്ങി ഞാൻ നന്മ നിറഞ്ഞ മറിയും എത്രയും ദേളമാതാവും ചൊല്ലി ഞങ്ങൾ ആംബുലൻസിൽ അമൃതയിലോട്ട് പോയി. അമൃതയിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസം 8 മണിക്ക് ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു 10 ഞാൻ വെൻറ്റിലേറ്ററിൽ എടുത്ത് നോക്കും, അവൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് വെൻറ്റിലേറ്ററിൽ നിന്ന് അവനെ മാറ്റാം. അങ്ങനെ 10 അവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റി. അവൻ ഓക്കെ ആയി. അപ്പോൾ ഡോക്ടർ 10 എന്നോട് വന്നു, അവൻ കുഴപ്പമില്ല, ഒന്ന് അവൻ്റെ മെമ്മറി ടെസ്റ്റ് ചെയ്യാം, അവൻ എന്തെങ്കിലും ഓർഗൻ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ. ഞാൻ ചെന്നു. അവൻ എന്നെ ഓർമ്മയുണ്ട്, ഞാൻ ചോദിച്ചതിനൊക്കെ അവൻ ഉത്തരം പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ ലെവൽ കുറഞ്ഞതുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ അവന് ഫിക്സ് വരുമെന്ന്. ഞങ്ങൾ PIC തന്നെ കിടന്നു. ആ ദിവസങ്ങളിൽ ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ എനിക്ക് കിട്ടിയ അവസരമായിരുന്നു. അവൻ്റെ ഈ അവസ്ഥ അറിഞ്ഞ് മെസ്സേജ് പാസേജ് ധാരാളം പ്രാർത്ഥനകൾ അവന് കിട്ടി. അതിൻ്റെ ഫലമായി 3 ദിവസം അവർ നോക്കിയിട്ടും അവന് ഫിക്സ് വന്നില്ല. ഞങ്ങൾ 4ാമത്തെ ദിവസം വാർഡിലോട്ട് മാറ്റി. ഞായറാഴ്ച ഉച്ചയായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് തലവേദന എടുക്കുന്നു. അപ്പം ഞങ്ങൾക്ക് നേഴ്സിനോട് പറഞ്ഞു. നേഴ്സ് ഡോക്ടറെ വിളിച്ച് ഒരു പാരസെറ്റമോളിൻ്റെ പകുതി കൊടുത്തു. പക്ഷേ അവന് വേദന മാറിയില്ല. ഒരു വൈകുന്നേരം ആയപ്പോൾ അവന് ഫിക്സ് വന്നു. ഫിക്സ് വന്ന് വീണ്ടും അവനെ PICയിലോട്ട് മാറ്റി. PICയിൽ മാറ്റി പിറ്റേ ദിവസം ഞാൻ അവനെ കാണുമ്പോൾ അവൻ്റെ കാലും കൈയും കെട്ടിയിട്ടേക്കാണ്. അവൻ്റെ മൂവ്മെൻറ്റ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സാധനങ്ങൾ വലിച്ച് നേരെ കിടത്തിയാൽ ഇറങ്ങിപ്പോകുന്നു, കസേരമിരുത്ത് ഊർന്നു പോകുന്നു, അവനറിയാണ്ട് മൂത്രം പോകുന്നു, അവനറിയാണ്ട് തുപ്പിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഡോക്ടർ MRI സ്കാൻ ചെയ്തു. അവൻ്റെ മൂവ്മെൻറ്റിനെയാണ് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവന് ഫിസിയോതെറാപ്പി നമുക്ക് നോക്കാം. ഫിസിയോതെറാപ്പി ചെയ്താലാണ് ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഫിസിയോതെറാപ്പി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് പോയി അതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് അവൻ പയ്യെ എഴുന്നേറ്റ് നിന്നു തുടങ്ങി. ഒരാഴ്ച ഫിസിയോതെറാപ്പിസ്റ്റ് വരാൻ കോൾഡ് ആയതുകൊണ്ട് ആ മാഡം വന്നില്ല. പിറ്റേ ദിവസം അവൻ്റെ മൂവ്മെൻറ്റ് കൂടി തുടങ്ങി. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ് നമുക്കൊന്ന് ഉടമ്പടി, ഞാൻ കൃപാസനത്തിൽ വരുന്നുണ്ട്, നീയും വരുന്നു, നമുക്കൊന്ന് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഏപ്രിൽ മാസം ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് അതിന് ശേഷം ഞങ്ങൾ വേറെ സെക്ഷനിൽ ഫിസിയോതെറാപ്പി പോയപ്പോൾ ആ മാഡം പറഞ്ഞു 10 വയസ്സിനുള്ളിൽ ഇവൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അവന് 8 വയസ്സുള്ളപ്പോഴാണ് ഇത് വന്നേ. കറക്റ്റ് ഞങ്ങൾ ജൂണിലായപ്പോൾ അവൻ്റെ എല്ലാ മൂവ്മെൻറ്റും മാതാവ് നേരെയാക്കി തന്നു. അവനൊരു പ്രശ്നമില്ല. അവൻ നല്ല കുട്ടിയാണ്, എല്ലാത്തിനും ക്ലാസ്സിലും എടുക്കാനാണ്, എല്ലാത്തിനും ദൈവമാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു. ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോവും, എല്ലാ മാസവും കുമ്പസാരിക്കും, പറ്റുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യും. അവനെയും ഞാൻ എല്ലാ ദിവസവും തന്നെ മാക്സിമം പള്ളിയും കൊണ്ടുപോകാൻ നോക്കും. ദൈവമാതാവിന് ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം
10 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് റിഞ്ചു ജോസഫ് അങ്കമാലി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിരുന്നു. കാരണം ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുക ഈ മകൻ്റെ തന്നെ വന്നു പോയ ഒരു അപകടം തന്നെയാണ്. ഒരു കരുവിഴുങ്ങുവാനും അതിനെ തുടർന്നുണ്ടായ ത്രോട്ട് ഓപ്പറേഷൻ ചെയ്യുകയും അതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ ആകുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ തുടർന്ന് തന്നെ ഡോക്ടറിൻ്റെ മറുപടി പ്രകാരം, കാരണം ഇതിന് ശേഷം എന്തെങ്കിലുമൊക്കെ അവയവങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. എന്നാൽ തുടർന്ന് 5 ദിവസത്തിന് ശേഷം ഫിക്സ് വരികയും ഫിക്സിന് ശേഷമാണെങ്കിലും ഇവൻ്റെ ശരീരം തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് വരിക. കസേരയിരുന്നാൽ ഊർന്നു വീഴുക, തുപ്പുക, അങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നായ ഒരു ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസത്തിലൂടെയാണ് ഇവിടെ വരിക. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണത്തിലൂടെ ഉടമ്പടി എടുത്തതിന് ശേഷം, കാരണം 10 വയസ്സിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റാമെന്നാണ് ഫിസിയോതെറാപ്പിസ്റ്റിലെല്ലാം പറഞ്ഞതെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകനെ പഴയ രൂപത്തിൽ ഈ അമ്മയ്ക്ക് തിരിച്ചു നൽകുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഉറച്ചൊരു വിശ്വാസവും ഉടമ്പടിയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ചേർത്ത് നിർത്തിയുള്ള ഒരു ജീവിതം തന്നെയാണ് ഈ മകനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത്. നമുക്കും പരിശുദ്ധ അമ്മയുടെ നന്ദിയോടൊരു പ്രാർത്ഥിക്കാം. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ അമ്മയും മകനെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഉയർത്തണമേ എന്നും ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക്